വലിയ സ്റ്റേജ് ഇട്ടിട്ടില്ല. സാറിന് നിങ്ങളെ കേട്ടാൽ മതി, നിങ്ങളുടെ ചോദ്യങ്ങൾ. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വന്ന കാരണം കൊണ്ടാണ് എന്നെ പോലെ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് പഠിക്കാൻ സാധിച്ചത്. IAS ഉദ്യോഗസ്ഥരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവർക്ക് എത്രമാത്രം നിഷ്പക്ഷരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്, അഥവാ അല്ലെങ്കിൽ മാറി വരുന്ന ഭരണകൂടങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ തീരുമാനത്തെ ഒക്കെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് താങ്കളുടെ ഒരു വിലയിരുത്തലാണ്. അതിന് എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് മുൻകൈ ഉണ്ടാകും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ തീരുമാനങ്ങളായിരിക്കും വരിക. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു റോള്. ഒന്ന്, ആ നയങ്ങളും പരിപാടികളും അത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കുക. ഒന്ന്. രണ്ട്, അത് നടപ്പിലാക്കുന്ന അവിടെയാണ് നിഷ്പക്ഷതയുടെയും പിന്നെ ഈ ഉദാര ഒരു ട്രാൻസ്പെറൻസിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് അവിടെയാണ്. ഏറ്റവും സുതാര്യമായി, ഏറ്റവും കാര്യക്ഷമമായി അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അഭിനന്ദിക്കുകയാണ്. കാരണം യഥാർത്ഥത്തില് വൈകിയാണെങ്കിലും കുട്ടികളുണ്ടോന്നൊന്നും അറിയില്ല. ഐ തിങ്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കുള്ള ഒരു ചോദ്യം, മുഖ്യമന്ത്രി തന്നെ മുദ്രാവാക്യമായ അതിവേഗം ബഹദൂർ എവിടെ നിന്നാണോ ഫണ്ട് കിട്ടുന്നത്? പക്ഷെ ഷാബി പറഞ്ഞതിനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മേലെ ഏതായാലും പില്ലർ വാർത്ത വെച്ചിട്ടുണ്ട്. അങ്ങയുടെ CM എന്ന നിലയിൽ അങ്ങേക്ക് സിവിൽ സർവീസുകാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സഹകരണം എത്രമാത്രം അങ്ങേക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്? ഞങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം തീരുമാനമെടുക്കലും അത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ചിലത് തെറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അതനുസരിച്ച് അപ്പൊ ഗവൺമെന്റ് ആ ഒരു വിശ്വാസം, ആത്മവിശ്വാസം ചോദിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്നുള്ളത്. ഞങ്ങളിവിടെ ഔദ്യോഗിക ചടങ്ങുകൾ ഒന്നുമില്ലാതെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള കാര്യം ചോദിച്ചു. അവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഇത് എത്രമാത്രം കാണുകയും ചെയ്തപ്പോഴാണ് ഈ സെന്റർ പാലക്കാട് തുടങ്ങിയതിനകത്ത് പൂർണ്ണമായ ഒരു ന്യായീകരണം, ഒരു നല്ല തീരുമാനമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത്. അതുപോലെയാണ് ഷാഫി ഇപ്പോൾ വന്നത്. ഷാഫിയുടെ ഉത്സവ പരിപാടിയാണ്. പണ്ടൊരു പ്രപ്പോസൽ ആക്കിയതാണ്. അതായത് ഒരു സാധാരണക്കാർക്ക് സൗകര്യം ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. ക്യാബിനറ്റ് IIM പോയി ഒരു ദിവസം മുഴുവൻ ക്ലാസ് എഴുതുന്നതാണ്. മുഖ്യമന്ത്രി ഇടയ്ക്ക് നീക്കാൻ നോക്കിയാൽ സമ്മതിച്ചില്ല. തന്നു കഴിഞ്ഞു. അവിടെ പണം അലോട്ട് ചെയ്തു.